നമ്മളെടുത്ത് എന്തൊക്കെ പറയുന്നോ അതിനൊക്കെ നമ്മൾ യെസ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം ഇക്കാക്ക് ഞങ്ങളുടെ അടുത്ത് എന്ത് കാര്യത്തിലും യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങള് ഇമ്മനോടെയാണ് യെസ് പറയാൻ ഇന്ന് ഞങ്ങളാണ് യെസ് പറഞ്ഞ തലയാട്ടി ഇമ്മന്റെ കൂടെ എല്ലാത്തിനും നടക്കേണ്ട ആൾക്കാർ. ഇമ്മ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഇന്ന് അത് ചെയ്തു കൊടുക്കൂ. അതുകൊണ്ടാണ് ഇമ്മ എന്തൊക്കെ ആലോചിച്ച് വെച്ചിട്ട് ആലോചനയിൽ ഇരുന്ന് പോയതാട്ടോ. ഞാൻ കൊറേ ഒക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോ പുറത്തെടുക്കും. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ അങ്ങനെ ചെയ്യാന്ന്. അപ്പൊ അമ്മയ്ക്ക് കുറെ കൂടെ ഐഡിയകൾ ഉണ്ടാവല്ലോ. അമ്മ പറഞ്ഞ അമ്മ കുറെ പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ ഭയങ്കര ആലോചന എന്താ നാളെ പറയാന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞോളി. വളരെ ആലോചിച്ചിട്ട് വേണം പറയാൻ കേട്ടോ. എനിക്ക് കപ്പപ്പുഴുക്ക് തിന്നാൻ ആഗ്രഹമുണ്ട്. ചോദിക്കേണ്ട താമസം അപ്പത്തേക്ക് കപ്പപ്പുഴുക്ക് എന്താ പറയേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഈ കപ്പപ്പുഴുക്ക്. അപ്പൊ ഞങ്ങള് ഉമ്മയോട് യെസ് പറയും. അപ്പൊ പോയിട്ട് നമ്മൾ കപ്പപ്പുഴുക്ക് നല്ല സുഖമായിട്ട് കപ്പപ്പുഴുക്ക് കഴിക്കാം. ആദ്യം നമുക്ക് പോയി കപ്പ വാങ്ങി വരാം. ചമ്മന്തി വേണ്ടേ? ചമ്മന്തി. കപ്പപ്പുഴുക്ക് എന്ന് പറയുമ്പോ ആ ചമ്മന്തി മിക്സ് ആയിട്ടുള്ള സംഭവം പിന്നെ ഞങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ടൊരു കട്ടൻ ചായയും തരാം. അപ്പൊ ഞങ്ങൾ പോയിട്ട് കപ്പയൊക്കെ വാങ്ങിട്ട് വരാം. ഞങ്ങൾ കപ്പ വാങ്ങാൻ വേണ്ടി മൂന്നാളും കൂടി പോവാണ്. കപ്പ എന്തൊക്കെയുള്ള കപ്പയും പിന്നെ കപ്പ വാങ്ങണം, തേങ്ങ വാങ്ങണം, പച്ചമുളക് അവിടെ ഉണ്ടാവും. പച്ചമുളക് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. കപ്പയും തേങ്ങ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് വാങ്ങാൻ. കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ കപ്പയുണ്ടുള്ള എല്ലാ സാധനവും. ഞാൻ വിചാരിച്ചു ബിരിയാണിക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ കത്തിയിട്ടുണ്ടാവൂല. ഇനിയിപ്പോ എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ട്. ഫുഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പ ഇഷ്ടമാണ്, പഴംപൊരി ഇഷ്ടമാണ്. പഴംപൊരി അതെന്തായാലും പറയും, അത് ഉറപ്പാ. പിന്നെ ഗൈസ് അപ്പോഴേക്കും ഞാൻ എന്റെ ഫേസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഗൈസ് ഈയിടെയായിട്ട് ചില ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോയിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളാറുണ്ട്. അപ്പൊ അത് കാരണം സ്കിന്നിന് വരുന്ന ഇഷ്യൂസ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറ് ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് കിറ്റ് ആണ്. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്ന ഡാർക്ക് സ്പോട്ട്സ്, ഡെഡ് സ്കിൻ സെൽസ്, പിന്നെ സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും ഇതെല്ലാം കാരണം നമ്മളെ ഫേസ് ഡൾ ആയിട്ട് കാണാറുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് മെയിൻ ആയിട്ട് നമുക്ക് മുഖക്കുരു വന്ന് പോയ പാടുകളായിരിക്കും. പിന്നെ എക്സസൈസ് സൺ എക്സ്പോഷർ കാരണം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലർക്ക് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാവാം, ഇപ്പൊ പ്രഗ്നൻസി ടൈമിലാവാം, എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്റെ ഒരു സൊല്യൂഷൻ ആണ് ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് കിറ്റ്. ഈ കിറ്റിൽ ടെർമറിക് ഫേസ് വാഷ് ഉണ്ട്, ടെർമറിക് ഫേസ് പാക്കും ഉണ്ട്, പിന്നെ ടെർമറിക് ഫേസ് സിറം ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഒരു ഫ്രീ ജൂട്ട് ബാഗും ഉണ്ട്. ഇതിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ പ്രൊഡക്ട്സ് ഇടാനും പിന്നെ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് കൊണ്ടുപോകാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഫസ്റ്റ് തന്നെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് വാഷ് വെച്ച് ഫേസ് ഒന്ന് ജെന്റിലായിട്ട് ക്ലെൻസ് ചെയ്യാണ്. ഇത് സോപ്പ് ഫ്രീ ആണ്, ഓർഗാനിക്കലി സോഴ്സ്ഡ് ടെർമറിക് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അപ്പൊ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ടെർമറിക് ഫേസ് പാക്ക് ആണ്. ഇത് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കോൾഡ് പ്രസ്ഡ് ടെർമറിക് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ സ്റ്റെയിൻ ഒന്നും ഉണ്ടാവില്ല. ഇത് ഹാസൽ ഫ്രീ ആണ്. വീട്ടിൽ ഉണ്ടാക്കുന്ന ഫേസ് പാക്കിനേക്കാളും യൂസ് ചെയ്യാൻ നല്ല കൺവീനിയന്റ് ആയിട്ട് തോന്നി. ഇത് വീക്ക്ലി ട്വൈസ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ഫേസർ ആണ്. ഇത് പിന്നെ സെക്കൻഡ് ബോട്ടിൽ ആണ് കേട്ടോ. ഇത് 100 മടങ്ങ് ടെർമറിക് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നയാസിനമൈഡും ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ഗ്ലോ ഇംപ്രൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സീറം ആണ്. ഇത് ഡെയിലി രാവിലെയും രാത്രി യൂസ് ചെയ്യാം. ഇതിട്ടതിന് ശേഷം നമുക്ക് സാധാ പോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഗൈസ് ഈ ഒരു എൻറ്റയർ കിറ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്റെ ഫേസ് ഇത് എങ്ങനെയാണുള്ളത്? എന്റെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്, ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്ട്സ് എക്സൈറ്റിംഗ് ലോഞ്ച് ഓഫേഴ്സോട് കൂടി ആമസോണിൽ അവൈലബിൾ ആണ്. അപ് ടു 30% ഓഫ് ഉണ്ട്. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗൈസ് അവിടെ കപ്പില്ല, കപ്പില്ല. ഇനിയിപ്പോ കപ്പയും തപ്പിട്ട് മിക്കവാറും സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടി വരും. അല്ലാണ്ട് ഇവിടെ ഈ അടുത്തുള്ള കടകളിലൊന്നും കിട്ടാൻ. അതെ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വണ്ടി എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ച് ദൂരം ജംഗ്ഷനിലേക്ക്. അപ്പൊ നമുക്ക് വണ്ടി എടുത്തിട്ട് ജംഗ്ഷനിൽ പോയിട്ട് കപ്പ വാങ്ങി വരാം. കപ്പ വാങ്ങാൻ വേണ്ടി കാർ എടുത്ത് 3 ആൾക്കാര് ജംഗ്ഷനിലേക്ക് നിങ്ങൾക്ക് 2 ആൾക്കും കൂടെ പോയാൽ മതിയായിരുന്നു. ഞാൻ വീട്ടിലിരുന്നോളെ. അത് മാത്രമല്ല എല്ലാവർക്കും കൂടി തന്ന ടാസ്ക് അല്ലേ. അപ്പൊ എല്ലാരും കൂടെ അനുഭവിക്കണം. അതെ, നമ്മള് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്ന കുഞ്ഞു കുഞ്ഞു കടയിലൊക്കെ കപ്പുണ്ടോ നോക്കി. പക്ഷെ ഇവിടെ കപ്പ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന് മുന്നേ നമ്മൾ അന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറെ കപ്പ തെരഞ്ഞ് നടന്നില്ലേ? അല്ല, സൂപ്പർ മാർക്കറ്റിൽ അന്ന് നമ്മൾ കണ്ടത് എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അവിടെ സ്ട്രൈറ്റ് പോവാ, എന്തായാലും കിട്ടുമല്ലോ.
നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ശരിക്കും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്നെ രാത്രി ഉറങ്ങിക്കുന്നു. ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ അല്ല എഴുതിയൊന്നും വെച്ചില്ല, പക്ഷെ ആലോചിക്കണ്ടേനു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ ആലോചിക്കുന്നതെന്ന്. അപ്പൊ പറഞ്ഞു ഞാൻ നാളത്തേക്ക് എന്തൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ആലോചിച്ച് വെക്കുകയാണ്. ഉമ്മ എന്തൊക്കെ പറയാന്ന് എന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു ഞാൻ എന്റെ അടുത്ത് ഓരോന്ന് പറയുന്ന ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ്. അത് പറയാം. ഇവിടെ ഇല്ല, ഞങ്ങൾ ആ ഒരു പ്രതീക്ഷ ഇവിടെയായിരുന്നു. ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ എവിടെയും കപ്പട്ടെ. ഇനിയിപ്പോ എവിടെ പോകും? നമുക്ക് അവിടെ നമ്മ നടന്നു പോവാ, അതാ നല്ല. അവിടെ വണ്ടി എടുക്കാൻ കഴിയില്ല. ആണോ? അപ്പൊ അങ്ങ് മൂന്നാളും കൂടി തെണ്ടി നടക്കുക. ഒരു സ്ഥലത്ത് പോയി, രണ്ടാമത്തെ സ്ഥലത്ത് പോയി, ഇനി മൂന്നാമത്തെ സ്ഥലത്തേക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം. കിട്ടി, കപ്പ കിട്ടി. എത്രയാണോ? ഇത് വേണം 2 കിലോ വരെ. 2 കിലോ വരെ. 2 മതിയോ? 2 കിലോ. എത്ര കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടെന്നാ നിങ്ങൾക്ക് അറിയോ? ഒരു കപ്പ കിട്ടാനുള്ള ചില്ലറ പണിയൊന്നുമല്ല. ഇവിടെ ഒന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ ജംഗ്ഷനിൽ പോയി. ആ ജംഗ്ഷനിൽ പോയി കാർ അവിടെ വെച്ച്, അപ്പൊ കപ്പ ഉണ്ടാകുന്നപ്പോ കപ്പല്ല. അങ്ങനെ കാർ അവിടെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ ജംഗ്ഷനിൽ പോയി നടന്ന് കപ്പ പോയി വാങ്ങി തിരിച്ച് നടന്ന് സൂപ്പർ മാർക്കറ്റിൽ കാർ എടുത്ത് കൊണ്ട് വന്നു. ഉമ്മ പറയണ്ടില്ലായിരുന്നു. ഇതായി പോയി ഗൈസ്. അല്ല എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ ചെയ്തു തരാന്നുള്ളതാണ് ഇന്നത്തെ അത്. അപ്പൊ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്തു തരണം. ഉണ്ടാക്കി തരിക, അത് മാത്രമേ ഉള്ളൂ. വർക്കിലേക്ക് കടന്നു കേട്ടോ. ഞാൻ വർക്കിലേക്ക് ഇനി കപ്പ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ മുന്നിലേക്ക് വരും. അങ്ങനെ ഞങ്ങൾ പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായി ഞങ്ങൾ പണിയിലേക്ക് കടന്നത്. അപ്പൊ നമ്മൾ കപ്പയിൽ നിന്ന് തുടങ്ങാണ് ഗൈസ്. കപ്പയും ബീഫും കൂടി പറയുന്നത് അടിപൊളിയാവും. പോകുന്ന വഴിക്ക് ഞാൻ അവരോട് പറയായിരുന്നു കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയായി പോയത്. ഈ നേരം കൊണ്ട് ഞാൻ തേങ്ങ ചിരകാം, അതാവുമ്പോ ആ പണി പെട്ടെന്ന് തീരും. ഉമ്മനെ കൊണ്ട് അടുത്ത് നല്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ പറയാം. അണക്ക് വേണ്ടതല്ല കേട്ടോ ഉണ്ടാക്കി വീട്. ഉമ്മക്ക് ഇഷ്ടമല്ല നീ വിട്. ഓൻ അന്ന് യെസ് പറഞ്ഞതിന്റെ ആ ഒരു സങ്കടം ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാ കപ്പ വെട്ടുന്നത്. ആ കപ്പ മൊത്തം തീരുപ്പോ. അത് കിട്ടാൻ വേണ്ടിട്ട് പൊട്ടിച്ചേരാന്ന് പറഞ്ഞു വന്നതല്ലേ. അങ്ങനെ നമ്മൾ 2 കിലോ കപ്പ വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി നമ്മളിത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ കപ്പ റെഡിയാവും. അപ്പത്തേക്ക് നമുക്ക് ഇതിന്റെ അരപ്പും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ പുഴുക്ക് റെഡിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി കുറെ വേണ്ട, കുറച്ച് മതി. അല്ല ഉമ്മ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞ കളറുകളുണ്ട്. അത് വേഗം മഞ്ഞ പിടിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടില്ലേ. അങ്ങനെ നമ്മളെ കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉമ്മ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് കപ്പ തിന്നാൻ വേണ്ടി. ആ ഇരുന്നോടത്ത് ഇരിക്കുന്ന ഇരിപ്പാണ് കഴിച്ചത്. കഴിച്ചതിന്റെ അമ്മനെ എണീക്കുള്ളൂ. കൊള്ളിടണ്ടേ? ആട്ടോ, വെള്ളം ഒഴിക്കണ്ടല്ലോ. വേണ്ട. ഇത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്ത് കുഴകുഴാന്നായിട്ടുണ്ട്. ഇത് നല്ല അരപ്പൊക്കെ ആയി മിക്സായി ഇങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കപ്പ ആവാനായിട്ടാ റെഡി ആയി ഇരുന്നോളി. സ്മെല്ല് കിട്ടിയമ്മ? നല്ല കിട്ടി നനച്ചിരിക്കല്ലേ ഞാൻ ഇപ്പുറത്തെ ഭാഗത്ത് കട്ടൻ വെക്കാട്ടോ. അങ്ങനെ ഉമ്മക്കുള്ള കപ്പ പുഴുക്ക് ഇതവിടെ ഗൈസ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പൊ നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് നമുക്ക് കൊടുക്കാം. നിങ്ങളെ ഇന്നത്തെ ആഗ്രഹത്തിലെ ആദ്യത്തെ ആഗ്രഹം കപ്പപ്പുഴുക്ക്. നല്ല ശ്രദ്ധിച്ചിട്ട് കഴിക്കാം. മുഖത്തേക്കൊന്ന് നോക്കട്ടെ. ചൂടുണ്ടാവേ. ആ ലുക്കിൽ നിങ്ങൾ പറഞ്ഞ സാധനമായോ? ആ ലുക്കില് ഓക്കെ. ആദ്യത്തെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുത്തിരിക്കണം. അതും അത്ര ടേസ്റ്റോട് കൂടിയിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. കട്ടറും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ടാസ്ക് കഴിക്കാം.
ടാസ്ക് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇനിയിപ്പോ രണ്ടാമത്തെ ആഗ്രഹം പറയാൻ വേണ്ടി ഉമ്മ അവിടെ റെഡി ആയിരിക്കണം കേട്ടോ. എന്തൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ് guys. രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞോളി. രണ്ടാമത്തെ ആഗ്രഹം എനിക്ക് സെറ്റ് സാരി വേണം. കുറച്ചായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എന്തായിട്ടും നിങ്ങൾ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിരുന്നല്ലേ പറഞ്ഞേ. അപ്പൊ എനിക്ക് ഇന്നൊരു സെറ്റ് സാരി. ഓണം സ്പെഷ്യൽ ആയിട്ട് അമ്മ സന്തോഷത്തിൽ ഒന്നും ഇപ്പൊ പറയുന്ന എല്ലാം നടക്കുന്നില്ല ഉമ്മയ്ക്ക് അറിയാം. കൊറേ കാലമായിട്ടുള്ള ആഗ്രഹമാന്ന് പറഞ്ഞത് കറക്റ്റ് സമയത്താണ് ഇപ്പൊ പറഞ്ഞത്. ഓണത്തിന്റെ സമയമാണ്, പുറത്ത് പോകാനുമായി. അപ്പൊ പുറത്ത് പോയി സെറ്റ് സാരി ഒക്കെ വാങ്ങിട്ട് നമുക്ക് വരാം. റെഡി ആയി നമുക്ക് പോയിട്ട് സെറ്റ് സാരി ഞങ്ങൾ ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളിപ്പോ എന്തിനാ പോണത്? അത് ശരി, ഞാനല്ല പറഞ്ഞത് സെറ്റ് സാരി. ഇപ്പൊ പോണ്ടെങ്കിലോ? എനിക്ക് തോന്നുന്നു അവിടെ പോയിട്ട് മനസ്സ് മാറിയിട്ട് വേറെ എന്തിനെങ്കിലും യെസ് പറയിപ്പിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മള് സ്ഥിരം ഹൈലൈറ്റിലല്ലേ പോവാറ്. ഇപ്രാവശ്യം നമ്മള് പോകുന്നത് കല്യാണ്ട ഹൈപ്പർ മാർക്കറ്റിലാട്ടോ. അവിടെ ഇതുവരെ ഇമ്മ പോണെന്ന് പറയുന്നത്, അത് ഉമ്മ പറയാതെ തന്നെ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് സെറ്റ് സാരി കിട്ടും. പിന്നെ ഉമ്മക്ക് വേറെ എന്തെങ്കിലും നോക്കണമെങ്കിലൊക്കെ അത് നോക്കാം. പക്ഷെ അപ്പൊ നമ്മളോട് പറയണം. അപ്പൊ നമ്മൾ യെസ് പറഞ്ഞിട്ട് വാങ്ങിച്ചെടുക്കും. പിന്നെ ഗൈസ് ഇമ്മക്കൊരു ആഗ്രഹം ഉണ്ട്. അതിന് ഞങ്ങൾ ഉമ്മ യെസ് പറയണം എന്നാണ് ഉമ്മ പറയുന്നത്. അതായത് ഇക്കാക്ക് എനിക്ക് 5 ടോപ്പ് വാങ്ങി തരണം നമുക്ക് ആഗ്രഹം. ഉമ്മനോട് സ്വകാര്യം ഇന്നലെ പറഞ്ഞു, മോളെ എനിക്കൊരു 5 ടോപ്പിന്റെ ഒരു ആഗ്രഹമാണ്. നടന്നില്ല ഗൈസ്, നടന്നില്ല. ഈ സെറ്റ് സാരി എന്ന് പറയുന്നത് കേരള സാരി അല്ലമ്മ? കേരള സാരി അല്ലേ? നല്ല രസമുണ്ട്. വൈറ്റ് കാര്യമായിട്ട് വരുന്നത് നല്ല രസമുണ്ട്. ഇതിലുണ്ടാവോ? കേരള സാരി ചെറുതായിട്ട് വ്യതിചലിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടല്ലേ? ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടേ. അത് അതെടുത്തു അല്ലേ? അത് നല്ല ഭംഗിയുണ്ട്. സെറ്റ് ഈ കേരള സാരിന്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ഒരു വെറൈറ്റി കയ്യിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ സാരി ഇഷ്ടായി, വെള്ള ഇഷ്ടായില്ലമ്മ? കൊള്ളാം. ഇത് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഇത് നോക്കിമ്മ, ഇത് ഹായ്, നല്ല ഭംഗിയുണ്ട്. ഉമ്മനോട് അവിടെ വെച്ചോ. ഉമ്മ ഇഷ്ടപ്പെട്ട ഒരു കേരള സാരി വെച്ച് നോക്കാണ് ഗൈസ്. ഇങ്ങോട്ടോക്കെ വൈറ്റ് ഇതിന് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും മാച്ച് കളർ ഏത് നമുക്ക് യൂസ് ചെയ്യാലേ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഓൾറെഡി ഇത് കൈ പിടിച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നോക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? വെറൈറ്റി കേരള സാരി ഫിക്സ് ചെയ്താ? ഫിക്സ്ഡ്. ഫിക്സ്ഡ്. ആദ്യമായിട്ടാണ് ഉമ്മനെ കൂട്ടിയിട്ട് ഒരു സാരി എടുക്കാൻ വന്നിട്ട് ഇത്രയും പെട്ടെന്ന് നമുക്കൊരു സാരി ഇട്ടുന്നത്. ഉമ്മന്റെ കണ്ണൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ട് വിചാരിച്ചൊരു സാരി പെട്ടെന്ന് കിട്ടിയതിന്റെ ഒരു ആഹ്ലാദത്തിലാണ്. ഇഷ്ടപ്പെട്ടതിലും നല്ല സാരി, വിചാരിച്ചതിലും നല്ല സാരി കിട്ടി. അങ്ങനെ ഇമ്മ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വിചാരിച്ച കേരള സാരി കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തത് പറയാൻ വേണ്ടിട്ട് ഉമ്മ റെഡി ആയിട്ട് നിൽക്കാണ്. പറഞ്ഞോളി. ഇനി അടുത്ത ഉണ്ട് അതോ വീട്ടിൽ പോവാണ്? അല്ല, അടുത്തുണ്ട്. അത് ഇവിടെ തന്നെയാണ് റൈസ് കുക്കർ. ഞങ്ങൾ റെഡി ആയിട്ട് പറയുന്ന പാത്രങ്ങൾ അല്ല, ഇത് കൊറേ ആയിട്ട് എന്നോട് പറയാനുണ്ട് റൈസ് കുക്കർ വേണമെന്നുള്ളത്. അപ്പൊ നമുക്ക് എവിടെ താഴെ തോന്നില്ലേ പാത്രത്തിന്? അപ്പൊ താഴെ പോയിട്ട് നമുക്ക് പാത്രങ്ങൾ എടുത്തിട്ട് വരാം ഗൈസ്. ആകാശം നോക്കുക, ഒരു പ്രത്യേക തരം ഒരു വല്ലാത്തൊരു ബ്ലൂ കളർ പോലെ. ഞാൻ പറഞ്ഞിട്ടെ, ഹാരി പോട്ടർ സിനിമയിലെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഇല്ലേ, അതിൽ വരുന്നൊരു ലൈറ്റ് പോലെ ഒരു ഹൊറർ ആയിട്ടില്ലേ. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേ വന്നിരിക്കുകയാണ്. ഉമ്മ തപ്പുന്ന റൈസ് കുക്കർ ഉണ്ടോ? ഹൈപ്പർ മാർക്കറ്റ്. ഉമ്മ റൈസ് കുക്കർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് സാധനം. ഇതെല്ലാം ഉദ്ദേശിക്കുന്ന റെഡ് കളർ അല്ലേ? അത് അപ്പുറത്തെ കളത്തി
എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞാൽ നമുക്ക് റെഡ് ബ്ലാക്ക് ഇതൊക്കെയാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ സ്റ്റീലിൽ കണ്ടപ്പോ മനസ്സ് മാറി. ബിരിയാണി ചെമ്പ് കാണിച്ചിട്ട് റൈസ് കുക്കറാണ്. ബിരിയാണി ചെമ്പ് കാണിച്ചിട്ട് റൈസ് കുക്കറാണ്. പുതിയൊരു അറിവ് ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ അത് ഈ കുറച്ച് നേരത്തെ മുന്നേ എന്താന്ന് പറഞ്ഞല്ലോ, കേട്ടില്ലല്ലോ. മിൽക്ക് കുക്കർ. ഇത് പാല് തിളച്ചു പോവില്ലേ, അപ്പൊ ഇത് വിസിലടിക്കും. അത് കണ്ടില്ലല്ലോ, എന്റെ വീട്ടില് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ എവിടെ പോയി? പോയി എത്ര വർഷം മുന്നുള്ളതാ അറിയാം. അപ്പൊ ഇത് കുറെ കാലം മുന്നേ ഉള്ള സാധനം. എത്രയോ മുന്നേ ഉള്ളതാ. ഈ മറ്റേ ചിലർക്ക് ഡിക്കോഷനൊക്കെ ആക്കിയിട്ടില്ലേ കോഫീന്റെ, ഓരൊക്കെ അങ്ങനത്തേലാന്ന് തോന്നുന്നു പണ്ട് തമിഴ്നാട്ടിൽ. കിട്ടി കിട്ടിയോണ്ട് ചെമ്പുണ്ടോ? ചെമ്പ് വേറെ വാങ്ങാനാ? ഇതിന്റെ കൂട്ടത്തില പേടിക്കല്ല. ഈ കിട്ടി ഇമ്മക്ക് വേണ്ട സാധനം കിട്ടി. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഇതാണ് നമ്മൾ എടുക്കുന്ന റൈസ് കുക്കർ. അതെ, നമുക്ക് സ്റ്റീലാണ് വേണമെന്ന് പറയുന്നത്. നമ്മൾ സ്റ്റീലിലെ റൈസ് കുക്കർ എടുത്തു കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതെടുക്കണ്ടേ? അതുമില്ലേ? ഇത് ഇമ്മക്കല്ല, ഇത് ഉമ്മന്റെ മോനിക്ക്. പക്ഷെ ഉമ്മ പേടിക്കണോ? അപ്പൊ നമ്മൾ യെസ് പറയണോ? ഉമ്മ അടുത്തതായിട്ട് ഒരു ചട്ടിയും കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് വേണോ? ഇത് വേണം. അത് വേണം. യെസ് യെസ്. എന്തിനാണ് തല്ലാനോ? പത്തിരുന്നാല് ഇതാ വേണ്ടേ? ഓക്കെ, യെസ്, എടുത്തോളൂ. നമുക്ക് ഈ പാത്രത്തിന് ഒരു മൂടിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു മൂടി ഞങ്ങൾ വാങ്ങി. യെസ്, ഹാപ്പി. അങ്ങനെ റൈസ് നമുക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റൈസ് കുക്കർ വേണമെന്ന് പറഞ്ഞു റൈസ് കുക്കർ വാങ്ങിച്ചു കൊടുത്ത് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചട്ടി വേണമെന്ന് പറഞ്ഞു, ടിഫിൻ ബോക്സ് വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ച്. പിന്നെ ചട്ടി വാങ്ങണം എന്ന് പറഞ്ഞ് ചട്ടി വാങ്ങിച്ച്. ചട്ടിക്ക് മൂടി വരെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല സന്തോഷവതിയായിട്ട് ബില്ലിലേക്ക് നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബില്ല് ചെയ്യാം. ഒരു റൈസ് കുക്കർ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഒരു ട്രോളി നിറച്ച് സാധനങ്ങൾ വാങ്ങിപ്പിച്ചു. എന്തായാലും സന്തോഷമായോ? പരിപാടി ഉണ്ടോ? അതോ ഇനി വീട്ടിൽ പോവാണോ? എന്താണ് ഇങ്ങനെയാ പോയത്. അപ്പൊ ചായ നമുക്ക് എന്താ വേണ്ടി? ആദ്യം ചായ, അതറിയാം. ചായ, യെസ്. പിന്നെ പനിപുരി. പാനിപൂരി. നമ്മുടെ രണ്ട് ഫേവറേറ്റ് സാധനങ്ങളാണ്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കണ്ട. ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സ് കണ്ടുണ്ടോ? ചായ യെസ്, പാനിപൂരി യെസ്. പിന്നെ ഉമ്മ വിചാരിച്ച സാധനങ്ങളൊക്കെ നടന്നില്ല അമ്മ. നമുക്ക് നല്ല അടിപൊളി കസവസാരി കിട്ടി, പിന്നെ റൈസ് കുക്കർ കിട്ടി, ചട്ടി കിട്ടി, ചട്ടി ടിഫിൻ കിട്ടി, പിന്നെന്താ മറന്നു വരില്ല. ചായ വീട്ടിൽ പോയാൽ കഴിക്കാനുള്ളത് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടിരുന്നല്ലേ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാണ് ഗൈസ്. അതെ, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇമ്മ ഈ ഒരു ചാലഞ്ച് ശീലാക്കുമെന്ന് സംശയമുണ്ട്. ദിവസം ചാലഞ്ച് ഉണ്ടെങ്കിൽ ഇനി ഉമ്മ സേയിങ് യെസ് ടു ഷാമി, അഞ്ചി, ശ്രീ, സല്ലു അങ്ങനെയുള്ള ഒരു ചാലഞ്ച് വരാണ്ട് ഞങ്ങൾ തന്നെ കൈയടിച്ചത് പാസ്സായി. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾ അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെ. ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബീഫ് കറി പിന്നെ പുട്ടും അത് ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ പറയും. അത് പറയും. അത് ബാക്കിയുള്ളത് ഞങ്ങൾക്കുള്ള ഉമ്മ ആകെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബാക്കി മൊത്തം വരെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ ഇല്ലേ? ആ, ഓനും ഉണ്ട് കേട്ടോ. കോഫി മാത്രം. ഞാനും. അപ്പൊ വെജ് ബർഗർ ആരാ ഓർഡർ ചെയ്തത്? അത് ഞാൻ. ഉമ്മ പറഞ്ഞ ചായ, ഉമ്മ പറഞ്ഞ പാനിപൂരി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കോംബോ ആണ് പാനിപൂരി ചായ. പാനിപൂരി തിന്നാന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മ വായിച്ചിരിക്കും. ഇഷ്ടപ്പെട്ട അമ്മ? ശരി. അടിപൊളിയോ? നോക്കട്ടെ. വെജ് ബർഗറിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടോ ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഓർഡർ ചെയ്തത്
സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി. ഇനി ഇവിടുന്ന് കാർ കേറിയിട്ട് അടുത്തത് പറയാന്നാട്ടോ അമ്മ പറയുന്നത്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇതേ കാറ് കേറി നേരെ കുറെ ആയി. ഇനി അടുത്ത് എന്താന്ന് ചോദിക്കാൻ നോക്കാം. അമ്മ എന്താണ് അടുത്ത നിങ്ങളെ ആഗ്രഹം? ഇനി ഞാൻ വീട്ടിൽ പോകാനുള്ള ആഗ്രഹം. പൂർണ്ണമായി സമ്മതം. കാരണം ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. നല്ല രസമായിരുന്നു കേട്ടോന്ന്. അമ്മേന്റെ നല്ല രസമുള്ള കുറെ ആഗ്രഹങ്ങളായിരുന്നു കഴിച്ചു. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സാധിച്ച് ഇങ്ങനെ നടന്ന് ഉമ്മയും ഭയങ്കര ഹാപ്പിയായി. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് പൊതുവെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മയ്ക്ക് ഇത്ര തൃപ്തിയിൽ ഒരു സാധനം കിട്ടാറില്ല. ഇപ്രാവശ്യമാണ് എല്ലാ സാധനങ്ങളും അത്രയും മനസ്സിന് ഇഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ അമ്മ? കുടിച്ച ചായ വരെ നമുക്ക് ഇഷ്ടമായി. ചായ വരെ, പാനിപൂരി, ചായ എല്ലാം. റൈസ് കുക്കർ, സാരി മുതൽ അമ്മ അങ്ങോട്ട് തുടങ്ങി. കപ്പ മുതല് തുടങ്ങി എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ദിവസത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ അമ്മ പറയാനുള്ളത്? ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. ഇതുപോലത്തെ ദിവസങ്ങൾ ഇനിയും വരണമെന്ന് ഇനി ഇങ്ങനത്തെ ആചാരങ്ങൾ ഉണ്ടായാല് നമുക്ക് ഈ ചാലഞ്ച് തീരുന്നതിനോട് താല്പര്യമില്ലാന്ന് തോന്നുന്നു. എങ്ങനെ ഈ ചാലഞ്ച് തീരുന്നതിനോട് താല്പര്യമില്ലാന്ന് തോന്നുന്നു. രാത്രി പോയില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യോ? സമയം പാടായി പോയില്ലേ? അത് കപ്പ ഉണ്ടാക്കാൻ പറഞ്ഞതിൽ കുറെ ലേറ്റ് ആയി. അതില് കൊറേ ടൈം ആയി പോയതാ. ഞങ്ങള് കപ്പ തന്നെ വാങ്ങാൻ ഒരുവിധ സമയം ഓരോ സ്ഥലത്ത് ഒരു 3-4 കള കേറി ഇറങ്ങിയിട്ടാണ് കപ്പേനെ കിട്ടിയത്. അപ്പൊ അതിനോട് ലേറ്റ് ആയി പോയതാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഉമ്മന്റെ കൂടെ അടിച്ചു പൊളിച്ചിട്ട്. പിന്നെ ഗൈസ് നമ്മളെ ഹിമാലയന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ലിങ്ക് വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is ഷാമിയ, this is സഞ്ജിത, signing off. Ta-da!